സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. IBPS PO, SBI PO അങ്ങനെ നിരവധി പരീക്ഷകൾ നമ്മൾക്ക് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് എറർ സ്പോട്ടിംഗ് എങ്ങനെ നമുക്ക് എറർ സ്പോട്ടിംഗ് അഥവാ എറർ ഡിറ്റക്ഷൻ എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും റൂൾ ഉണ്ടോ, ട്രിക്ക് ഉണ്ടോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്സ് ഡു എറർ സ്പോട്ടിംഗ് ഇൻ എത്ര സെക്കൻഡ്സ് ഗസ് ചെയ്യാൻ പറ്റും? ഒരു 30 സെക്കൻഡില് നമുക്ക് എറർ സ്പോട്ടിംഗ് ചെയ്താലോ, ട്രൈ ചെയ്ത് നോക്കിയാലോ? ശരി, ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Bihar is more than just a state. It has been a home for dynasties and kings and has emerged as a political hub over the years. No errors. Bihar is more than just a state. Okay, കുഴപ്പമില്ല, കാരണം അത് കറക്റ്റ് സെന്റൻസ് ആണ്. It has been home for. ഹോം ഫോറിന്റെ മീനിങ് എന്താണ്? ഹോം ഫോർ എന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റ് ഓൺ ഇറ്റ്സ് ഓൺ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. അപ്പൊ ഇവിടെ ഹോം ഫോർ വരണ്ട, ഹോം ടു കൊടുത്തു നോക്കുക. ഹോം ടു ഡൈനാസ്റ്റീസ്, അത് ഹോം ബിലോങ്സ് ടു ഡൈനാസ്റ്റീസ് ആൻഡ് കിങ്സ്. കറക്റ്റ് ആയില്ലേ? കഴിഞ്ഞു. അടുത്തത്. The CBI registered a case against the board of presidents alleged middleman Vin Chanda, Italian businessman Ottavio Quattrochi, അത് വായിക്കുന്നതിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, and the London-based Hindu brothers for crime, conspiracy, cheating and forgery. No errors. സംഭവം ക്രൈം കോൺസ്പിറസി എന്ന വാക്ക് നിങ്ങൾ കണ്ട ഒരു കാര്യം മനസ്സിലാവും. ക്രൈമും കോൺസ്പിറസിയും രണ്ടും എന്താണ്? നൗൺ ആണ്. സോ രണ്ട് നൗണുകൾ ഒരുമിച്ച് വരുമ്പോ ഈ ഒരു നൗണിന് നമുക്ക് വേറെ ഏതെങ്കിലും ഫോം ഉണ്ടാവോ? ഈ നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നതിൽ കൊടുക്കാൻ ഉണ്ടാവും. ക്രിമിനൽ കോൺസ്പിറസി എന്ന് കൊടുത്തൂടെ? ക്രിമിനൽ എന്ന് പറയുമ്പോൾ എന്തായി? അഡ്ജക്റ്റീവ് ആയി അല്ലെ? നൗൺ പ്ലസ് ly adjective. So criminal conspiracy. So the answer is എവിടെയാണ്? ഡിയിൽ നമ്മുടെ ആൻസർ വന്നു. കിട്ടിയില്ലേ? അടുത്തത്. Assam will showcase the state's bamboo and cane crafts in its tableau. Bamboo and cane are abundant and an integral part of the lifestyle and economy of Assam. ഇവിടെ എന്താണ്? Assam will showcase the state's bamboo and cane crafts. ശ്രദ്ധിച്ചൊന്ന് വായിച്ച എന്താണ് പ്രശ്നം? ഇവിടെ ഇന്റഗ്രൽ എന്നൊരു പാർട്ട് നിങ്ങൾ കാണുന്നുണ്ട്. എ ഇന്റഗ്രൽ പാർട്ട് എന്ന് പറയും. ഇന്റഗ്രലിന്റെ സൗണ്ട് ഇ എന്നാണ് തുടങ്ങുന്നത്. വൗവലിൽ ഇ എന്ന സൗണ്ട് വന്നു കഴിഞ്ഞാൽ, വൗവൽ സൗണ്ട്സിൽ തുടങ്ങിയാൽ അവിടെ ആൻ കൊടുക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ എ അല്ല, അവിടെ എന്ത് കൊടുക്കണം? ആൻ ഇന്റഗ്രൽ പാർട്ട്. സിമ്പിൾ. കിട്ടിയില്ല ആൻസർ. Now moving to next question. With just a day left for the ceremony, participants are busy with last-minute preparations, from giving finishing touches to the colorful models, fixing the costumes and rehearsing the dance steps. ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാം, this is an error-free question because എല്ലാവരും കറക്റ്റ് സ്ഥലങ്ങളിൽ കറക്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. So this is a no error question. ദാ ഈ കൊടുത്തു. And last question. As on March 31st, 2018, the Bank of Baroda's assets, ബാങ്ക് ഓഫ് ബറോഡയുടെ അസറ്റുകൾ എന്നാണ് നമ്മൾ മലയാളത്തിൽ കോണ്ടെക്സ്റ്റ് ഇടുമ്പോൾ കിട്ടുന്നത്. അപ്പൊ ബറോഡയുടെ അസറ്റ്സ് എന്ന് വേണ്ടേ? അപ്പോൾ ഇവിടെ അപ്പോസ്ട്രോഫി എസ് ഇട്ട് കൊടുക്കുക. അവിടെയാണ് എറർ വരുന്നത്. സോ ദ പാർട്ട് ബി ഹാസ് ദി എറർ. നൗ ഇതൊക്കെ എങ്ങനെ ചെയ്തു എന്ന് അറിയാനായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. 30 സെക്കൻഡ്സിൽ എങ്ങനെ ഇത്രയും കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് എറർ കണ്ടുപിടിച്ചു വിത്തൗട്ട് എനി ഡിലേ. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാം. കൃത്യമായിട്ട് ആ ട്രിക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. ടിപ്സും ട്രിക്സും ഉൾപ്പെടെ നിങ്ങൾക്ക് എറർ സ്പോട്ടിംഗ് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അതിനുവേണ്ടി നിങ്ങൾക്ക് IBPS SBI എന്ന ഞങ്ങൾ ടാർഗറ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഉടനെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 6,999 രൂപയാണ് അതിന്റെ ഫീസ് വരുന്നത്. സുഖമായിട്ട് വരാൻ പോകുന്ന പരീക്ഷകളെ നേരിടാൻ നിങ്ങൾ റെഡിയാണ്. അതിനൊത്തു പഠിക്കാൻ, നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. ഇനിയിപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഓഫ്ലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ച് ഇപ്പൊ ഓൺഗോയിങ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ബേസ് ബാച്ച് ഒരെണ്ണം ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതിന്റെ ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പൊ അതിന്റെ ലോഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓഫ്ലൈനെ നമ്മളിവിടെ പഠിക്കാം. ഇനി ലെറ്റ്സ് കം ടു ദ ട്രിക്ക്. എന്താണ് ആ ട്രിക്ക് അല്ലെ? എത്രയും പെട്ടെന്ന് എങ്ങനെ ആ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ചു? അത് എപ്പോഴും ശ്രദ്ധിക്കുക. വേർഡ് ബൈ വേർഡ് വായിക്കുക. നമ്മൾ വേർഡ് ബൈ വേർഡ് വായിച്ച ഉടനെ തന്നെ ആദ്യം അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാം. ഒറ്റ തവണ നമ്മൾ വായിക്കുന്നുള്ളൂ. വായിക്കുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ കോണ്ടെക്സ്റ്റിൽ ഫോക്കസ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ആകെ ഞാൻ ഇതിന് കോണ്ടെക്സ്റ്റ് വൈസ് വായിച്ചത്. ബീഹാർ ഇസ് മോർ ദാൻ ജസ്റ്റ് എ സ്റ്റേറ്റ്. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ എ ഹോം ഫോർ. അപ്പൊ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി വായിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ എ ഹോം ഫോർ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഹോം ഫോർ എന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റ് ഓൺ ഇറ്റ്സ് ഓൺ എന്നൊരു ഫ്രേഷ്യൽ മീനിങ്, അങ്ങനെ ഒരു മീനിങ്ങാണ് വരുന്നത്. പക്ഷെ ഹോം ടു ഡൈനാസ്റ്റീസ് ആൻഡ് കിങ്സ്, രാജാക്കന്മാരുടെയും ഡൈനാസ്റ്റീസിന്റെ ഒക്കെ ഒരു
ബിലോങ്സ് ടു ദം എന്നൊരു മീനിങ് ആണ് അവിടെ വരേണ്ടത്. കോണ്ടെക്സ്റ്റ്ലി മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്തു, ഇവിടെയാണ് പ്രശ്നം എന്ന് മനസ്സിലായി. ഈവൻ ഇഫ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ അറിയണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് എറർ സ്പോട്ട് ചെയ്യാൻ പറ്റിയാൽ മതി. ബിയിലാണ് എറർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലേ? സിമ്പിൾ. ആൻഡ് എഗെയിൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ക്രൈമും കോൺസ്പിറസിയും ബാക്കി എല്ലാം വായിച്ചു വന്നപ്പോൾ നമുക്ക് ഓരോന്ന് കാണുമ്പോഴും നോക്കി ഇത് കോമൺ നൗൺ ആണ്, ഇത് പ്രോപ്പർ നൗൺ ആണ് എന്നെല്ലാം അറിയുന്ന പോലെ തന്നെ ക്രൈമും കോൺസ്പിറസിയും വന്നപ്പോഴത്തേക്കും അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അവിടെ അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ ആണ് വേണ്ടത്. ക്രൈമിന് നമ്മൾ ക്രിമിനൽ കോൺസ്പിറസി ആക്കണം. കോണ്ടെക്സ്ച്വലി ചിന്തിച്ചാൽ അത് കറക്റ്റാ. ഇനിയും അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാലോ, ആസാമിൽ ഷോക്കേസ് സ്റ്റേറ്റ് ഓഫ് ബാംബു, ഇവിടെ ഒന്നും നോക്കാനില്ല, വവൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്താണ്, ആർട്ടിക്കിളിലാണ് തെറ്റ് വന്നേക്കുന്നത്. ആൻഡ് ഇന്റഗ്രൽ പാർട്ട്, അത്രേ ഉള്ളൂ, സിമ്പിൾ സാധനം. ഇനി അടുത്തത് നോ എറർ ആണ്. വിത്ത് ജസ്റ്റ് ഡേ ലെഫ്റ്റ് ഫോർ ദ സെറമണി, പാർട്ടിസിപ്പൻസ് ആർ ബിസി വിത്ത് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് ഫ്രം ഗിവിംഗ് ഫിനിഷിംഗ് ടച്ചസ് ടു ദ കളർഫുൾ മോഡൽസ്, ഫിക്സിംഗ് ദ കോസ്റ്റ്യൂംസ് ആൻഡ് റിഹേഴ്സിംഗ് ദ ഡാൻസ് സ്റ്റെപ്സ്. വായിക്കുമ്പോൾ തന്നെ കോണ്ടെക്സ്റ്റ് മനസ്സിൽ ആലോചിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്ലിയർ കട്ടായിട്ട് പോയിന്റ് ബൈ പോയിന്റ് നോക്കി പോകുമ്പോൾ എറർ കണ്ടുപിടിക്കാൻ നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. ഇവിടെയാണെങ്കിലും സെയിം. ബാങ്ക് ഓഫ് ബറോഡയുടെ അസറ്റ് ആസ് ഓൺ മാർച്ച് 31, 2018 ദ ബാങ്ക് ഓഫ് ബറോഡാസ് അസറ്റ്സ്, അങ്ങനെയല്ലേ വരേണ്ടത്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോണ്ടെക്സ്റ്റ് ആണ്. കോണ്ടെക്സ്റ്റിന് ശേഷം നമ്മൾ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് പ്ലസ് ആർട്ടിക്കിൾസ് പ്ലസ് പ്രിപ്പസിഷൻസ് പ്ലസ് ടെൻസ്, ഇങ്ങനെയുള്ള കാര്യത്തിൽ കുറച്ച് ഫോക്കസ് ചെയ്യാം. ആൻഡ് ഈ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് പോലെ തന്നെ നൗൺ എന്നൊരു സാധനം നമ്മൾ അടിസ്ഥാനമായി പഠിക്കുന്നതാണ്, അതിലും ഒന്ന് ഫോക്കസ് ചെയ്യാം. ഈ 4 പേരെയും മനസ്സിലാക്കി കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റ് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കാണിച്ചു തരും. സോ നിങ്ങൾക്ക് ഇതൊക്കെ ക്ലിയർ ആയിട്ട് പഠിക്കാനായിട്ട് എന്ത് ചെയ്യണം? സിമ്പിൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. മറക്കാണ്ട് നമ്മുടെ ക്ലാസ്സസ് ജോയിൻ ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക, ഒരുമിച്ച് നമുക്ക് പഠിച്ച് ജോലി ക്രാക്ക് ചെയ്യാം. ഓക്കെ, സോ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. Till then, take care. Bye bye.